എന്തോ ഒരു എമണ്ടൻ സർപ്രൈസ് ഉണ്ട്. എന്ത് കാരണം കൊണ്ടാണെങ്കിലും മാറ്റിവെക്കാൻ പറ്റിയില്ല. ഓടിച്ചാടി വീട്ടിലേക്ക് വന്നോളെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ ഇത്. അങ്ങനെ ഞാൻ രാത്രി നേരെ പാലാരിവട്ടത്ത് ചെന്നിട്ട് അങ്ങനെ ബസ്സൊക്കെ പിടിച്ച് ചാടി ഓടി പോവുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു 10-15 പ്രാവശ്യം ചോദിച്ചു കേട്ടോ എന്താണ് ആ സർപ്രൈസ് എന്ന്. പക്ഷെ എനിക്ക് ഒരു ഐഡിയ ഇല്ല, അവളൊട്ട് പറയുന്നുമില്ല. അപ്പം ഞാൻ നേരത്തെ ബസ്സിൽ കയറി നമ്മൾ സേലത്തേക്ക് പോവുകയാണ്, നമ്മുടെ സ്വന്തം തറവാട്ടിലേക്ക്. 9 മണിക്കായിരുന്നു കേട്ടോ ബസ് കറക്റ്റായിട്ട് വരികയും ചെയ്തു. പക്ഷെ ഇടപ്പള്ളിയിൽ ഒടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു. ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ ലുലുവിന്റെ മുമ്പിൽ ഒരു ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. എന്ത് സെലിബ്രേഷൻ ആണെങ്കിലും ലുലു എന്ത് അടിപൊളിയായിട്ടാണല്ലേ അവർ ഡെക്കറേറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി അവിടുത്തെ ലൈറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കുറേ സമയം വായി നോക്കിയിരുന്ന് അബീനെ വിളിച്ച് കുറെ കത്തിയൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി. ഏകദേശം ഒരു 3 മണിയായപ്പോഴേക്കും ആ ബസ്സിന്റെ ആൾ വന്ന് എന്നെ വിളിച്ച് നേരെ ബസ് ഡ്രൈവറിന്റെ തൊട്ടടുത്ത് കൊണ്ടിരുത്തി. ടോളിലാണ് ഞാൻ യൂഷ്വലി ഇറങ്ങാറ്. ഞങ്ങൾക്ക് സേലം വരെ പോകണ്ട ആക്ച്വലി, അതുകൊണ്ടാണ് അവിടെ ഇറങ്ങുന്നത്. അങ്ങനെ കുറേ സമയം ഈ ബസ്സിന്റെ മുമ്പിരുന്ന് പോയപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഈ യാത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രാവശ്യം മുതൽ ഇവിടെ ഒരു സീറ്റ് കിട്ടിയാൽ കൊള്ളാമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നേരെ സേലത്തിന്റെ ടോൾ ഗേറ്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ സച്ചുവും അങ്കിളും വന്ന് നിൽപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു 10 മിനിറ്റ് പോയാൽ മതി, അപ്പോഴേക്കും നമ്മുടെ വീടെത്തും. അങ്ങനെ ഞാൻ 2 കുട്ടികളെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എല്ലാ പ്രാവശ്യം ഞാൻ ഈ ബസ്സിൽ തന്നെയാണ് കേട്ടോ പോകാറുള്ളത്. അതുകൊണ്ട് ഈ ടൈമും അവർക്ക് കാണാൻ പാടമാണ്. അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി കഥയൊക്കെ പറഞ്ഞ് ഇനി നേരെ വീട്ടിലേക്ക്.